എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിവിടെ നമുക്ക് ക്രിസ്മസ് സീരീസിന്റെ 3ാമത്തെ റെസിപ്പി നോക്കാട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രെം ബ്രൂളയാണ്. 4-5 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. ക്രിസ്മസിന് ഇത്തവണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടുകാരെയൊക്കെ ഞെട്ടിക്കുക. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. അപ്പോൾ നമുക്ക് ക്രെം ബ്രൂളെ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ഞാനിവിടെ 6 മുട്ടയുടെ യോക്ക് എടുത്തിട്ടുണ്ട്. വൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, യോക്ക് മാത്രം മതിയേ. 1/2 കപ്പ് പഞ്ചസാര. ഈ 1/2 കപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണേ. ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് എല്ലാം ആയി കഴിയുമ്പോൾ മുകളിലൊന്ന് ക്യാരമലാക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. 1 ലിറ്റർ പാലുണ്ട്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം പാല്, തിളപ്പിച്ച് ആറിയത്. പിന്നെ ഒരു ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്രെം ബ്രൂളയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്കിവിടെ 6 മുട്ടയുടെ യോക്കില്ലേ, ഇതിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പൊക്കെയാണല്ലോ മതി കേട്ടോ. നിങ്ങളുടെ മധുര അനുസരണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലത്തെ വിസ്ക് എടുത്താൽ മതി. അപ്പൊ ഈ ഒരു പരുവം വരെ മതി കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിലേക്ക് വനില എക്സ്ട്രാക്ട് ആഡ് ചെയ്യാവേ. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാവേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചർ പാലാണ് കേട്ടോ. തിളപ്പിച്ച് ആറിയ പാലാണ്. തിളച്ച പാല് ഒരിക്കലും ഇതിലേക്ക് ഒഴിക്കരുത്, മുട്ട കുക്കായി പോകും. അപ്പോൾ ഒരു പിരിഞ്ഞ ഒരു ക്രംബിൾ ഫീലിംഗ് ഒക്കെ വരും. തിളപ്പിച്ചാറിയത് മാത്രം ഉപയോഗിക്കുക. ഫുൾ ഫാറ്റ് പാല്, ക്രീം ഒന്നും മാറ്റിയതല്ല, ഫുൾ ഫാറ്റ് പാൽ എടുക്കണേ. ഇത് അറ്റ് എ ടൈം മൊത്തം 1 ലിറ്റർ ഒഴിച്ചിട്ട് ഇളക്കാൻ നിൽക്കരുത്. ഒരു 1/4 കപ്പൊക്കെ വെച്ച് വരുന്ന പോലെ എന്നിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കാവുള്ളൂ. നമ്മളപ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ പാലും ചേർത്ത് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ കുറച്ച് വാട്ടറി ആയിട്ട് പാലിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇരിക്കും. ഈ പത കണ്ടോ, ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ പത നമുക്ക് മാറ്റി കൊടുക്കണം. ഇത് ആവശ്യമില്ല. ഇത് മൊത്തം ഇതുപോലെ അങ്ങ് എടുക്കാം. ഇപ്പൊ ഇതിലുള്ള പതയെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇതുപോലത്തെ ഒരു വലിയ ട്രേ ആദ്യം എടുക്കണം. അതിലേക്ക് നമുക്ക് അവൻ സേഫ് ആയിട്ടുള്ള ബൗൾസ് വെക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം, അങ്ങനെ അടുത്തടുത്ത് വെക്കണ്ട. ഇതിലിപ്പോൾ ഒരു 5 എണ്ണം കറക്റ്റ് പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു വാട്ടർ ബാത്ത് പോലെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോന്നിലും ഓരോ കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ 5 ബൗളും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു 7 to 8 ബൗൾസ് കിട്ടും. ഇവിടെ 5 ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ 160 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവനിൽ വെച്ച സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതെനിക്കൊരു 45 to 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ല തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ ഒക്കെ വെക്കണേ. ഇതാണ് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി. ഇതുപോലൊരു ജിഗിളി ടെക്സ്ചറിലാണ് വരേണ്ടത്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് ആറിയ ശേഷം ക്ലിംഗ് ഫിലിമും കൊണ്ട് റാപ്പ് ചെയ്തെടുക്കാം.
ഇങ്ങനെ ഓരോന്നും നമുക്ക് റാപ്പ് ചെയ്തെടുക്കാവേ. ഇതാ അപ്പോൾ നമ്മളെല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ വെക്കണം. ഇത് നന്നായിട്ട് തണക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേലെ ബ്ലോ ടോർച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്രംബ് റോള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട്. ഇനി നമുക്കിത് ബ്ലോ ടോർച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടേ. നമുക്കിതിൽ ഷുഗർ ഇട്ട് കൊടുക്കാവേ. ചെറിയൊരു സ്പൂൺ ഇട്ടിരിക്കുന്നത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കാരമൽ ആക്കാൻ വേണ്ടിയിട്ട് ബ്ലോ ടോർച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനെ ബ്ലോ ടോർച്ച് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാരമൽ ഉണ്ടാക്കിയിട്ട് മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. കരിഞ്ഞു പോകാതെ നോക്കണം. ആയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ വരണത് ഇതും കൂടെ ചേർത്ത് കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ക്രംബ് റൂള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് ക്രംബ് റൂള ആയിക്കോട്ടെ നിങ്ങളുടെ ഡെസേർട്ട്. വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സന്തോഷമായിട്ടിരിക്കുക. ബൈ.